ധന്യവും പരിശുദ്ധവുമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 8ാമത്തെ രാത്രി മഹത്വമെടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമ്മുടെ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നമുക്ക് ഉയർത്തുവാൻ ദൈവം തരുന്ന എല്ലാ ഭാഗ്യത്തിനായിട്ടും സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, കടന്നു വന്ന ദൈവമക്കളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും അവസാനം നമ്മൾ കരം കോർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10ാം അധ്യായം അതിലെ 34 തൊട്ട് ഉള്ള വേദവാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. ശ്രദ്ധിച്ചാൽ അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവന് ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യാഥാർത്ഥ്യമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാന്റെ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാൽ അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയതും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ധന്യനായ പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ 5 ചിന്തകളാണ് നമ്മളൊന്ന് ചെറുതായിട്ട് ചിന്തിക്കാൻ പോകുന്നത്. ദൈവം ബലപ്പെടുത്തുമാറായിട്ട്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് എങ്കിലും ഒരു ഭവന പ്രാർത്ഥനയായി നമ്മൾ കൂടുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയായി കൂടി വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കൊർന്നല്യോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് വരേണ്ടത് ഒരു ശതാധിപൻ അല്ലേ? അദ്ദേഹം ആരാണ്? എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കേ. കൊർന്നല്യോസ് ആരാണ്? ശതാധിപൻ. 100 പേർക്ക് അധിപതി എന്നാണ് ഇതിന്റെ അർത്ഥം. ഇറ്റാലിയ എന്ന പട്ടാളത്തിന്റെ അധിപൻ. ആമേൻ. ഒരു റോമൻ പ്രവിശ്യയാണ്. ഒരു റോമൻ പ്രവിശ്യ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും കൈസരി എന്ന വാക്കാണ് കൂടുതൽ പരിചയമുള്ളത്. ആ കൈസരി എന്ന ദേശത്തിന്റെ 100 പേർക്ക് അധിപതിയായി എന്ന് പറഞ്ഞാൽ 100 പട്ടാളങ്ങൾക്ക് അധിപതിയായി അദ്ദേഹം നിന്നയാളാണ്. ആ ഭക്തൻ, അദ്ദേഹം ഒരു ദൈവഭക്തനാണ്. അദ്ദേഹത്തിന്റെ 3 വലിയ പ്രത്യേകത. ഒന്ന്, അദ്ദേഹം എപ്പോഴും പ്രാർത്ഥനാ മനുഷ്യനാണ്. എപ്പോഴും ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകം ഏതാണെന്ന് അറിയാം? പ്രാർത്ഥന വേണം. പക്ഷെ എപ്പോഴും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇദ്ദേഹം ഒരു ജാതിയനാണ്. ആദ്യം ജാതികൾക്ക് വാതിൽ തുറന്നത് കൊർന്നല്യോസിന്റെ ഭവനത്തിലാണ്. ബാക്കി എല്ലാം 1 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങൾ യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷീകരണമാണ്, ഉണർവാണ് ആഴമായി കിടക്കുന്നത്. പക്ഷെ ജാതികളുടെ ഇടയിലേക്ക് ഒരു ഉണർവ് വെളിപ്പെട്ടത് തുടക്കം കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ചാണ്. ഇദ്ദേഹത്തിന്റെ 1ാമത്തെ പ്രത്യേകത, അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. ദൈവമക്കളെ, നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ? നമ്മുടെ ജീവിതം വിജയപ്രദമാകണമെങ്കിൽ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. കൊർന്നല്യോസ് 9 മണി നേരത്തെ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി സമയങ്ങൾ വേർതിരിച്ചു. പത്രോസ് 6 മണി നേരത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി. ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. വെറും പ്രാർത്ഥനയല്ല, ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദർശനം കണ്ടു. നമ്മുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾ ദർശനങ്ങൾ കാണുന്നവരാണോ? സ്തോത്ര. ദർശനം കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കൈമുക്കിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനോജാൻ കണ്ടിട്ടുണ്ട്. എന്താ ദർശനം കണ്ടിട്ടുള്ളത്? കണ്ടിട്ടുള്ള ദർശനം ഏതാ? വഴികള്, ഓരോ വഴികളിൽ കൂടെ പോകുന്നതായിട്ട് കണ്ടു അല്ലേ? എന്നിട്ട് പിന്നീട് പോയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദർശനം യാഥാർത്ഥ്യത്തിലേക്ക് വരും കേട്ടോ. നമ്മൾ കാണുന്ന ദർശനത്തിനൊക്കെ ഒരു അർത്ഥവും, പ്രാർത്ഥിച്ച് കിടന്ന് കാണുന്ന ദർശനത്തിനൊക്കെ ഒരു അർത്ഥവും. സ്തോത്രം. അല്ലാതെ കാണുന്നതൊക്കെ പേക്കനാവാം. പക്ഷെ പ്രാർത്ഥിച്ച് കിടന്ന് കാണുന്നതൊക്കെ ആ ദർശനത്തിനൊക്കെ അർത്ഥമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ചില ദേശങ്ങളെ ദൈവം കാണിക്കും. ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ദേശത്ത് ദൈവം നിങ്ങളെ കൊണ്ടുപോയിരിക്കും. അമേരിക്കയ്ക്ക് വേണ്ടി കാണുന്ന ദർശനമുണ്ട്, ഓസ്ട്രേലിയക്ക് വേണ്ടി കാണുന്ന ദർശനമുണ്ട്, നോർത്ത് ഇന്ത്യക്ക് ഒക്കെ കാണുന്ന ദർശനമുണ്ട്. അങ്ങനെ കണ്ട് ആ സ്ഥലങ്ങളിൽ പോയ അനേകരെ എനിക്കറിയാം. സ്തോത്രം. അവർ ദർശനം കണ്ട സ്ഥലത്ത് ദൈവം അവരെ അയച്ചിട്ടുണ്ട്. ഞാൻ ദൈവസഭയോട് ഈ പ്രാർത്ഥനയുടെ സമയത്ത്, ഈ ശുശ്രൂഷയുടെ സമയത്ത് പറയാം, ചില വ്യക്തികളെ ദൈവം നിങ്ങളെ കാണിക്കും, ചില ദേശങ്ങളെ കാണിക്കും, ചില കുടുംബങ്ങളെ കാണിക്കും, ചില കുഞ്ഞുങ്ങളെ കാണിക്കും. ഉണർന്ന് പ്രാർത്ഥിച്ച ആ വ്യക്തികൾ വിടുവിക്കപ്പെട്ട് സഭയിൽ കടന്നു വന്നിരിക്കും. ദൈവം നിങ്ങളെ കാണിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്ഥലത്തെ കാണിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. വ്യക്തികളെ കാണിച്ചാൽ പ്രാർത്ഥിക്കണം. ആ ദർശനം അതുപോലെ സംഭവിച്ചിരിക്കും. കാരണം ഒന്ന് തട്ടി അല്പം നിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം കാണിക്കുന്ന ദർശനത്തിന് അർത്ഥമുണ്ട്. ദൈവം കാണിക്കുന്ന ദർശനം നിവർത്തിയിലേക്ക് വരും. ആമേൻ. മാനുഷിക ദർശനമല്ല, സ്വർഗീയ ദർശനം.
പൗലോസ് പറഞ്ഞു, സ്വർഗീയ ദർശനത്തോട് ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കത്തില്ല. അദ്ദേഹം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന വെളിച്ചത്തിൽ ദൈവിക ദർശനം കണ്ടു. അവിടെ വെച്ച് ദൈവം ഇടപെട്ടു. ആ സ്വർഗീയ ദർശനത്തിന് ആ കണ്ട അന്ന് തൊട്ട് പുള്ളിയുടെ മരണം വരെയും ആ സ്വർഗീയ ദർശനത്തിന് അദ്ദേഹം അനുസരണക്കേട് കാണിച്ചു. ദൈവം കാണിക്കുന്ന ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ മുന്നേറാൻ ദൈവം സഹായിക്കട്ടെ. അപ്പൊ കൊർന്നല്യോസ് ആരാ? പ്രാർത്ഥനാ മനുഷ്യനാണ്. പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അദ്ദേഹം എന്ത് കണ്ടു? ദർശനം കണ്ടു. പത്രോസ് ആരാ? പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. വിശന്നിരിക്കുക, പക്ഷെ വിശന്നിരിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറിയവൻ ദർശനം കണ്ടു. സ്തോത്രം. ദർശനം വലുതാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2, കൊർന്നല്യോസ് ആരാണ്? അദ്ദേഹം ദാനധർമ്മങ്ങൾ കൊടുക്കുന്നയാളാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഓഹരി ഒരു മടിയും കൂടാതെ ദാനധർമ്മങ്ങൾ കൊടുത്തയാളാണ്. 3, ബൈബിൾ പറയാണ്, ദൈവം ഇറങ്ങി വന്ന്, ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയും, കൊർന്നല്യോസേ, നിന്റെ ദാനവും നിന്റെ ധർമ്മവും നിന്റെ പ്രാർത്ഥന എവിടെ എത്തി? സ്വർഗത്തിലെത്തി. സ്തോത്രം. ഒരു ജാതീയനായ കൊർന്നല്യോസ് അദ്ദേഹം കൊടുത്ത ദാനങ്ങൾ, അദ്ദേഹം കൊടുത്ത ധർമ്മം, അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഭൂമി തടഞ്ഞു നിന്നല്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. ഒരു ജാതിയുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയെങ്കിൽ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നീ ദൈവനാമത്തിന് വേണ്ടി ചെലവിടുന്നതും നീ മുട്ടുമുട്ടുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന തടയത്തില്ല കേട്ടോ. എത്രമാത്രം നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ വെളിപ്പെടാൻ സമയമില്ല, അതിവിദൂരമല്ല, വേഗത്തിൽ അത് വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. കരമടിച്ചതെന്ന് റിസീവ് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവം കേൾക്കട്ടെ, മറുപടികൾ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് ഞാൻ 5 ചിന്തകൾ ഈ പ്രസംഗത്തിനകത്തുണ്ടെന്ന് പറയാൻ കാരണം, ഈ പത്രോസിനെ യോപ്പയിൽ കൊണ്ടുപോയി ആളയച്ച് ഇല്ലേ, കൊർന്നല്യോസ് ദർശനപ്രകാരം ഒരു ദൈവഭക്തനായ ഒരു പടനിയിൽ 2 ദാസന്മാരെ ചേർത്ത് എങ്ങോട്ട് പറഞ്ഞു വിട്ടു? യോപ്പയിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ യോപ്പയിൽ പോയി അവിടെ പത്രോസ് പ്രാർത്ഥിക്കുന്നു, പത്രോസ് ദർശനം കാണുന്നു. അങ്ങനെ പത്രോസ് ഈ 3 പേരെ അന്ന് രാത്രി അവിടെ കൂടെ താമസിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ അവരുടെ കൂടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ കൊർന്നല്യോസ് ഉണ്ടല്ലോ, ഈ ദർശനം കാണുന്ന മാത്രമല്ല, ഈ ദൈവദാസൻ വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? തന്റെ കുടുംബക്കാരെ മുഴുവനും അയൽവക്കക്കാരെ മുഴുവനും വീട്ടിൽ വിളിച്ചു ഇരുത്തി ഒരു പ്രാർത്ഥനയ്ക്ക്. ദൈവദാസൻ വരുമെന്നുള്ള ഉറപ്പിൽ ചുറ്റുവട്ടത്തുള്ളവരെയെല്ലാം വിളിച്ചുകൂട്ടി, അറിയാവുന്നവരെയൊക്കെ വിളിച്ച് വീട്ടിൽ കൂട്ടി പ്രാർത്ഥനയിൽ ഇരുത്തി. നമുക്ക് എത്ര പേർക്ക് ഈ ഒരു ചിന്തയുണ്ട്? ഒരു പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവദാസൻ വന്നാൽ ദൈവം ഇടപെടുമെന്നുള്ള ചിന്തയിൽ അയൽവക്കക്കാരെയും സ്നേഹിതരെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ച് വീട്ടിലിരുത്തി. കൊർന്നല്യോസ് അങ്ങനെ വീട്ടിൽ ആൾക്കാരെ കൂട്ടി പ്രാർത്ഥനയ്ക്ക്. ഒരു പ്രാർത്ഥന വെക്കുമ്പോൾ ക്ഷണിക്കാനുള്ളവരെ ക്ഷണിക്കണം. ആമേൻ. ഒന്ന് സ്തോത്രം ചെയ്ത് ക്ഷണിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം ഇടപെട്ട ആൾക്കാർ കടന്നു വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിറച്ചു വാള. പത്രോസ് അവിടെ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പത്രോസ് ആദ്യം പ്രസംഗിച്ച പ്രസംഗ വാചകം ഏതാണെന്നറിയാമോ? ആമേൻ. അതാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 34-ാം വാക്യം. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല. സ്തോത്രം. 1-ാമത്തെ വിഷയം, ദൈവത്തിന് എന്തില്ല? നിങ്ങളത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അവിടെ പറയാണ് പത്രോസിന്റെ പ്രസംഗത്തിന്റെ 1-ാമത്തെ സബ്ജക്ട്, ദൈവത്തിന് മുഖപക്ഷമില്ല. കാരണം എന്താണെന്നറിയാം? ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിന് എന്തുണ്ട്? ആശാക്ഷ്യം ഉണ്ടെന്നാണ് വിചാരിച്ചല്ലേ. അതുകൊണ്ടല്ലേ അദ്ദേഹം ഈ വെളിപ്പാട് കണ്ടു, ദർശനം കണ്ടപ്പോ തുപ്പട്ടി കെട്ടി എല്ലാവിധ പർവ്വജാതികളും നാൽക്കാലികളും ഇടജാതികളും എല്ലാം ഉള്ള ഒരു തുപ്പട്ടി. നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കണ്ടേ. ഇതെല്ലാം കണ്ട് ഇറങ്ങി വന്നപ്പോ ദൈവം അവനോട് എന്താ പറഞ്ഞ്? പത്രോസ്, നീ എന്ത് ചെയ്യണം? അറുത്ത് തിന്നാൻ പറഞ്ഞു. അപ്പൊ പറയും, കർത്താവ് ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടാ പറഞ്ഞ്? ഒരു യഹൂദന് ഇത് നിഷിദ്ധമാണ്, ഞാൻ ഇതൊന്നും അറുത്ത് തിന്നത്തില്ല. അപ്പൊ ദൈവം പറയും, എടാ ദൈവം ശുദ്ധീകരിച്ചതിന് നീ മാലിന്യമെന്ന് എണ്ണുന്നോ? അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ആ ജാതീയ മേഖലകൾക്കകത്തുണ്ടായിരുന്ന സ്പിരിറ്റ് മനസ്സിലാവുന്നുണ്ടോ? യഹൂദൻ എന്നുള്ള ചിന്ത, ജാതികളെ ആരും അംഗീകരിക്കാത്തുള്ള ചിന്ത ദൈവം എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ആ ദർശനത്തിലൂടെ മനസ്സിലായി, ദൈവത്തിന് യഹൂദനെന്നോ യൗവനനെന്നോ കർത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ ശകനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ദൈവത്തിനില്ല. ദൈവത്തിന് എല്ലാവരും ഒന്നാം. ദൈവത്തിന് മുഖപക്ഷമില്ല കേട്ടോ. ദൈവത്തിന് മുഖപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ
യഹൂദന് മാത്രം രക്ഷ വെളിപ്പെട്ടത്. പക്ഷെ ദൈവത്തിന് മുഖപക്ഷം ഇല്ലാത്തത് കൊണ്ടാണ് സർവ്വലോകത്തിനും ദൈവം രക്ഷ വെളിപ്പെടുത്തിയത്. ഇന്ന് രാത്രി തുടക്കത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ശക്തമായി ഇടപെടുക. നീ സേവിക്കുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല, മനുഷ്യന് മുഖപക്ഷം കാണാം. നിന്റെ മുമ്പിലുള്ള യജമാനന്മാർക്ക് മുഖപക്ഷം കാണാം, നീ കാണുന്ന പലർക്കും മുഖപക്ഷം കാണാം. പക്ഷെ നീ സേവിക്കുന്ന ദൈവം അനീതിയുള്ള ദൈവമല്ല, അവന് മുഖപക്ഷമില്ല. കരമടിച്ച് ദൈവത്തിന് സ്വാഗതം ചെയ്ത് അവൻ മുഖപക്ഷം കാണിക്കുന്ന ദൈവമല്ല. ഞാനൊരു രണ്ടോ മൂന്നോ ഉദാഹരണം വേണം ഞാൻ പറയാം. മനുഷ്യന് മുഖപക്ഷമുണ്ട്, സ്തോത്ര. എന്നാൽ ദൈവത്തിന് എന്തില്ല? മുഖപക്ഷമില്ല. മനുഷ്യന് മുഖപക്ഷം ഉണ്ടെന്നുള്ള തെളിവാണ് ഇസഹാക്കും റിബേക്കിനെ നിങ്ങൾ എടുത്താൽ മതി. അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ്, രണ്ട് കുഞ്ഞുങ്ങൾ. ഒന്ന് യാക്കോബും ഏശാവും. അപ്പന് കൂടുതൽ ഇഷ്ടം ആരോടാ? ഏശാവിനോട്. അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ രണ്ടുപേർക്ക് എന്തുണ്ട്? നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടോ? മൂത്ത ആളോട് കൂടുതൽ ഇഷ്ടം, ക്ഷമിച്ചാൽ കൂടുതൽ ഇഷ്ടം. എനിക്കത് ക്ഷമിച്ചാൽ ഇളയ ആളോടാണ് ഇച്ചിരി താല്പര്യം. ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കും. നമുക്ക് അങ്ങനെ ഒരിക്കലും പാടില്ല, അല്ലേ? ഒരിക്കലും നമുക്ക് തന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും ഒരേ മുഖപക്ഷം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബൈബിളിൽ തെളിവുണ്ട്. എന്തുണ്ട്? മക്കളോട് പാർഷ്യാലിറ്റി കാണിച്ചവർ. ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. രണ്ട്, ഇസഹാക്ക് അങ്ങനെ കാണിച്ചോണ്ട് ഇസഹാക്കിനുണ്ടായ മോനാരാ? ഏശാവും യാക്കോബ്. അപ്പൊ യാക്കോബ് ആണല്ലോ വാഗ്ദത്ത പ്രകാരം വന്നത്. അപ്പം വാഗ്ദത്ത പ്രകാരം വന്ന യാക്കോബ് എന്ത് ചെയ്തെന്ന് അറിയാമോ? യാക്കോബ് മുഖപക്ഷം കാണിച്ചു. ആരോട് കാണിച്ചു? 12 മക്കളിൽ യോസേഫിനോട് ഒരു ഇച്ചിരി സ്നേഹം കൂടുതൽ, അല്ലേ? ആ സ്നേഹം കൂടുതലുള്ളത് കൊണ്ടല്ലേ യോസേഫിന് ഒരു നല്ല നിലയെങ്കിൽ, അല്ലേ? നല്ല അടിപൊളി ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. ഞാൻ ഈയിടെയായിട്ട് കുറച്ച് ഓർഡർ ചെയ്തിട്ട് ആൺമോൾക്കും ബിബിക്കും കുറച്ച് ഡ്രസ്സ് മേടിച്ചു കൊടുത്തു. അപ്പം എന്റെ എലൈജക്കുട്ടൻ പറയാം, അല്ലേലും പപ്പ പെൺകൊച്ചുങ്ങളോടാണ് ഭയങ്കര സ്നേഹം, എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരുന്നു. ഞാൻ അന്നേരം മധുരം ധ്യാനിച്ചത് ഇത് മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞുങ്ങളുടെ ഈ കൊച്ചു മനസ്സിന്റെ അകത്ത് കയറി വരുന്ന ചിന്ത നിങ്ങൾ കണ്ടോ? നമ്മൾ ഒരു കുഞ്ഞിന് ഒരു ഡ്രസ്സ് മേടിച്ചാൽ ബാക്കി 3 പേര് നോക്കി നിൽക്കുക, പപ്പ പാശ്ചാത്യാണ്. കണ്ടോ? അവരുടെ ഈ കൊച്ചു മനസ്സിന്റെ അകത്ത് കയറി വന്നേക്കാണ്. ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പക്ഷെ നമ്മളെങ്ങനെ ഡ്രസ്സ് മേടിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ മേടിച്ചാൽ നമ്മുടെ പോക്കറ്റിൽ ചെയ്യും കാര്യമാണ്. അപ്പം കണ്ടു അറിഞ്ഞു നോക്കിയാണ് നമ്മൾ മേടിക്കാറുള്ളത്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാകാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇവിടെ യാക്കോബ് ഇളയ മോന് നിലയിൽ ധരിപ്പിച്ചു കൊടുത്തു. നല്ല അടിപൊളി ഡ്രസ്സ് ഇട്ട് തയ്ച്ച് ഉണ്ടാക്കിയിട്ട് കൊടുത്തു. ഇത് കണ്ടിട്ട് ബാക്കി 10 പേര്, മറ്റേ ആള് വന്നില്ലല്ലോ, ഞാൻ വന്നില്ലല്ലോ, ബാക്കി 10 പേർക്കും ആരോട് ഇത് തോന്നി? യോസേഫിനോട് കണ്ണുകടി തോന്നി. ആ കണ്ണുകടിയും അസൂയം വർദ്ധിച്ചിട്ടാണ് യോസേഫിനെ എവിടെ തള്ളിയിട്ടത്? പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത്. കാരണം അപ്പൻ അവനോട് ഇച്ചിരി സ്നേഹം, അപ്പന്റെ സ്നേഹം ഇളയവനോടായതുകൊണ്ട് ബാക്കിയുള്ള മൂത്തവർക്കൊക്കെ ഈ ഇളയവനോട് ഭയങ്കര ദേഷ്യം. അതുകൊണ്ട് ദൈവമക്കളെ, ആരോടും പാർഷ്യാലിറ്റി കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും. നമുക്ക് മനസ്സുണ്ടാകും. ഒരു പാസ്റ്റർ ആണെങ്കിൽ പോലും, പാസ്റ്റർ ഏതെങ്കിലും വിശ്വാസികളോട് ഇച്ചിരി സ്നേഹം കൂടുതൽ കാണിച്ചാൽ വിശ്വാസികൾ പറയത്തില്ല, പാസ്റ്റർ കല്ലേലും പൈസക്കാരോട് ഇച്ചിരി, അല്ലേ? അതിന് ബൈബിളിൽ തെളിവുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയേ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അതിന് തെളിവുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യം. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചു, പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും ദരിദ്രനോട് നീ അവിടെ നിൽക്കാം, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? പാവപ്പെട്ട വന്ന് നിലത്തിരുന്നോണം, പൈസ നല്ല വസ്ത്രമൊക്കെ ധരിച്ചു വരുന്നവരെ കണ്ട കയറ്റി അവിടെ കയറ്റിയിരുത്തുക. അത് അന്നത്തെ സഭയിലുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ഒരു ദൈവദാസന്റെ ക്വാളിറ്റി എല്ലാ ദൈവമക്കളെയും ഒരുപോലെ കാണാൻ പഠിക്കണം. ഒരു മാതാപിതാക്കളുടെ ക്വാളിറ്റി എല്ലാ മക്കളെയും ഒരുപോലെ കാണാൻ പഠിക്കണം. ദൈവമക്കളുടെ ക്വാളിറ്റി നമുക്ക് പാശ്ചാത്യ പാടില്ല. ഒരേ മുഖഭാവം നമുക്കുണ്ടാകട്ടെ. മുഖപക്ഷം കാണിക്കാത്ത ദൈവമക്കൾക്കായി സ്തോത്രം. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് മുഖപക്ഷമില്ല, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മുടെ ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ.
ഞാൻ പറയാം. യാക്കോബിന് 2 ഭാര്യമാരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഒന്ന് റാഹേലും മറ്റൊന്ന് ലേയയും. റാഹേല് സുന്ദരിയാണ്. ആമേൻ. അവളുടെ കണ്ണിന് ശോഭയ്ക്കൊന്നും ഒരു കുറവില്ല. മിടുക്കിയ, കാണാൻ ഭംഗിയ, സുന്ദരി എന്നവിടെ എഴുതിച്ചു. പക്ഷെ യാക്കോബിന് രണ്ടാമതൊരു ഭാര്യയുണ്ട്, ലേയ. അവളുടെ കണ്ണ് മങ്ങിയതാ. അവൾക്ക് ഇച്ചിരി സൗന്ദര്യം കുറവുണ്ട്. പക്ഷെ ആദ്യ ഭാര്യ ലേയാണ്. പക്ഷെ റാഹേലിനെ കിട്ടിയപ്പോ എന്ത് ചെയ്തു? ലേയനെ അവഗണിച്ചു, ലേയനെ മൈൻഡ് ചെയ്തിട്ടില്ല. സ്തോത്രം. അവസാനം ദൂതായി പഴം കൊടുത്തിട്ട് ഒന്ന് വിലക്ക് മേടിക്കുന്നു. മനസ്സിലാകണം. അപ്പം ഭാര്യ, അന്നത്തെ കാലഘട്ടത്തിൽ ബഹുഭാര്യത്വം ഉണ്ടായിരുന്നു. 2 ഭാര്യ ഉണ്ടായിരുന്നപ്പോ ഒരു ഭാര്യയോട് കൂടുതൽ സ്നേഹം. നിങ്ങൾക്കറിയാം, ഈ അവഗണിക്കപ്പെടുക എന്ന് പറയാൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷമം അല്ലെ? അവഗണന, തള്ളപ്പെടുക, ഒറ്റപ്പെടുക. ചിലരോട് ഭാഷാക്തി കാണിക്കുകയും ചിലരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് അവഗണന ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. സ്തോത്ര. നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുഞ്ഞ് ഡ്രസ്സ് ഒരാൾക്ക് മേടിച്ചു കൊടുത്തു, അവനുള്ളിൽ പെട്ടെന്ന് ഒരു ഈഗോ പെട്ടെന്ന് വന്നു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല. കാരണം 5 ചിന്ത അതിലൂടെ തന്നെ എനിക്ക് പറയാനുണ്ട്. അതെല്ലാം പറയാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങൾ ഒരു വാക്യം വായിച്ചാട്ടെ. റോമാലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു നോക്ക്. സ്തോത്രം. റോമാലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു നോക്ക്. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ എന്തില്ല? മുഖപക്ഷമില്ലല്ലോ എന്ന് എടുത്തു പറയാണ് അല്ലേ? ആരാ പറയുന്നത്? പത്രോസ് അപ്പോസ്തലൻ പറയാണ്. ഇവിടെ പത്രോസ് അല്ല, പൗലോസ് അപ്പോസ്തലനാണ് അത് പറയുന്നത് റോമാലേഖനത്തിൽ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയാ ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. സ്തോത്രം. അങ്ങനെ 5 വാക്യങ്ങൾ ബൈബിളിലൂടെ എടുത്തു പഠിക്കാനുണ്ട്. ദൈവത്തിന് മുഖപക്ഷമില്ല. കാരണം ഞാൻ പറയാം, ദൈവം മഴ പെയ്യിപ്പിക്കുന്നത് ദൈവമക്കൾക്ക് വേണ്ടി മാത്രമാണ്. അല്ല, എത്ര ദുഷ്ടത പ്രവർത്തിച്ചാലും അവരും മഴയുണ്ട്, നമുക്ക് മഴയുണ്ട്. കാരണം എന്താ? ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം വെയിൽ തരുന്നത് എന്തിനാ? എല്ലാവർക്കും കൂടിയാണ്. എല്ലാം തരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠതയും ദൈവത്തിന്റെ ഗുണവുമാണ്. ആര് ദോഷം ചെയ്തെന്ന് പറഞ്ഞ് അവന് നന്മ മുടക്കിയിട്ടില്ല. അവനുള്ളത് ദൈവം ഒരുക്കി കൊടുക്കും. നിങ്ങൾ ഇസ്രായേൽ മക്കളെ എടുത്ത് പഠിച്ചാൽ മതി. മരുഭൂമി യാത്രക്കകത്ത് അവർ പാപം ചെയ്തവർക്ക് മന്ന ദൈവം കുറച്ചോ? ഇറച്ചി കുറച്ചോ? ഇല്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ദൈവം ഒരു കാര്യങ്ങളിലും കുറവ് വരുത്തിയിട്ടില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല. ആര് വിശ്വസിച്ചാലും രക്ഷ സൗജന്യമായി കൊടുക്കുന്നു. ചിലർക്ക് മാത്രമല്ല രക്ഷ. നമുക്ക് ആ രക്ഷ കിട്ടിയത് കൊണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷ കൊടുക്കാനുള്ള പദവി നമുക്ക് IPC-ക്കാർക്കാ കിട്ടിയെങ്കിൽ നമ്മൾ ആരെ കയറ്റും? നമ്മൾ ആദ്യം എല്ലാ IPC-ക്കാരെയും കയറ്റും. പിന്നെ നമ്മൾ അടുത്ത ചർച്ചകോട് AG, പിന്നെ പെന്തക്കോസ്തുകാരെയൊക്കെ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് കയറുന്നത്. പക്ഷെ ദൈവം അതുകൊണ്ട് ആർക്കും എന്ത് ചെയ്തില്ല? ഒരു കുത്തക അവകാശം കൊടുത്തില്ല. ആര് വിശ്വസിക്കുന്നോ അവന് രക്ഷ സൗജന്യമായി. സ്തോത്രം. അതാണ് പത്രോസിന്റെ പ്രസംഗത്തിന്റെ 1-ാമത്തെ കണ്ടന്റ്. ഇനി 2-ാമത്തെ വിഷയം എന്താണെന്നറിയാമോ? അതിന്റെ 38-ാമത്തെ വാക്യമാണ്. 38-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിന്റെ മേൽ വെളിപ്പെട്ട ശക്തി, യേശുവിന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം, യേശുവിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ട് യേശു ചെയ്ത് എന്നാണെന്നറിയോ? നന്മ ചെയ്തുകൊണ്ട് നടന്ന വിവരം നിങ്ങൾ അറിയണം. യേശു 2-ാമത് എഴുതി വെച്ചേക്കുക. ആമേൻ. പിശാച് ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ച വിവരം നിങ്ങൾ അറിയണം. തന്നിലുള്ള അഭിഷേകം, തന്നിൽ വെളിപ്പെട്ട അധികാരം മറച്ചു വെച്ചിരുന്നില്ല. ആ ശക്തിയും അഭിഷേകവും പരിശുദ്ധാത്മ നിറവും കൊണ്ട് നന്മ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അഭിഷേകം പ്രാപിച്ച ദൈവമക്കളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ പേരും ദൈവം കൃപ പകർന്നവരാ. ദൈവം നീക്ക് തന്നേക്കുന്ന കൃപ എന്തിനാ? ദൈവം നീക്ക് തന്നേക്കുന്ന അഭിഷേകം എന്തിനാ? നന്മ ചെയ്യാനാ. ഒരു രോഗിയെ കണ്ട, പിശാച് ബാധിച്ചവരെ കണ്ട അവനെ വിടുവിക്കാനാണ് ദൈവം നീക്ക് അഭിഷേകം തന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവശക്തി നിങ്ങളുടെ മേൽ പകരുക. ചില ദൈവികമായ ശുശ്രൂഷകൾ ചെയ്യാം. ഭൂതങ്ങളെ പുറത്താക്കാം, രോഗികളെ സൗഖ്യമാക്കാം, മുടന്തന്മാരെ എഴുന്നേൽപ്പിക്കാം. കരമടി ആത്മാവിൽ ഏറ്റെടുത്താട്ടെ. ഉപവാസത്തിന്റെ 8-ാമത്തെ രാത്രി ദൈവം പകർന്ന അഭിഷേകം അദ്ദേഹത്തിന്റെ വിടുതലിന് കാരണമാകട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ പകർന്ന അഭിഷേകം മറച്ചു വെക്കരുത്.
നമ്മളിൽ പകർന്ന കൃപാവരം മറച്ചു വെക്കരുത്. നമ്മളിൽ പകർന്ന ടാലന്റ് മറച്ചു വെക്കരുത്. അത് പ്രയോജനപ്പെടുത്താൻ ഒരു മടിയും ഉണ്ടാകില്ല. യേശുവിൽ പകർന്ന ദൈവകൃപ യേശു ആമേൻ തന്റെ 33 വർഷത്തിൽ ശക്തമായി ഭൂമിയിൽ ചെയ്തെടുത്തു എന്ന് പത്രോസ് പ്രസംഗിച്ചു. ഇനി മൂന്നാമത് ആ പ്രസംഗത്തിന്റെ അകത്ത് കണ്ടത് എന്താണെന്നറിയാവോ? യേശുവിന്റെ ക്രൂശീകരണവും പുനരുദ്ധാനമാണ്. മരണമടക്കം പുനരുദ്ധാനം. സ്വത്രം. ഞാൻ അതിനെ ചിന്തിക്കുന്നത് അതിന് 39 തൊട്ട് 41 വരെയുള്ള വാക്യമാണ്. അത് നമുക്ക് എല്ലാം കൂടി എടുക്കാൻ സമയമില്ലെങ്കിലും ഞാൻ ആ ഒരു 1-2 ഭാഗം പറയാം. 39 തൊട്ട് 41. യഹൂദ ദേശത്തിൽ യെരൂശലേമിൽ അവൻ ചെയ്ത സകലത്തിന് ഞങ്ങൾ സാക്ഷികളാകും. അവനെ അവൻ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി. താഴോട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ജാതികളോട് സുവിശേഷം പറയാം. ജാതികളോട് സുവിശേഷം പറയുമ്പോൾ പറയാണ് യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ചു കൊന്നു. പക്ഷേ യേശുവിനെ ക്രൂശിച്ചു കൊന്നെങ്കിലും യേശു കല്ലറ കൊണ്ട് ഒതുങ്ങിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യേശുവിനെ ഒതുക്കാൻ കഴിയത്തില്ല. 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുക, ദേശത്തുള്ളവരോട് സുവിശേഷം പറയാം. 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. ഇതാണ് 3-ാമത്തെ സബ്ജക്ട്. ഇത് കൊർന്നല്യോസിന്റെ കുടുംബത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഇനി 4-ാമത്തെ കണ്ടന്റ് എന്താണെന്നറിയോ? ആമേൻ. യേശു ക്രിസ്തു ലോകത്തിന്റെ ന്യായാധിപൻ. ആ വാക്യം നിങ്ങൾ വായിക്കണം. വാക്യം 42 വായിച്ചാട്ടെ. വാക്യം 42. ജീവികൾക്കും മനുഷ്യർക്കും ന്യായാധിപനായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. ഒന്നുകൂടെ വായിച്ച്. ജീവികൾക്കും മനുഷ്യർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ. മതി. 1, ഉയർപ്പിനെ സാക്ഷീകരിച്ചു. 2, യേശുവിൻ ന്യായാധിപനാണെന്ന് സാക്ഷീകരിച്ചു. യേശു ന്യായാധിപനാണ്, നീതിയുള്ള ന്യായാധിപനാണ്. എന്നത് ശ്രദ്ധിച്ച നിങ്ങൾ, യേശു ജഡ്ജിയാണെന്ന്. യേശു 3 സിംഹാസനത്തിൽ ഇരുന്നാണ് ന്യായം വിധിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്. 3 സിംഹാസനത്തിൽ ഇരുന്ന് ദൈവം ന്യായം വിധിക്കും. അത് റോമാലേഖനം 14-ാം അധ്യായത്തിലുണ്ട്. 2 കൊരിന്ത്യർ 5-ന്റെ 10-ലുണ്ട്. 2 കൊരിന്ത്യർ 5-10 പറയുന്നത് അവനവൻ ജീവിതത്തിൽ ചെയ്തത് നല്ലതാണെങ്കിലും തീരാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിനാണ് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കും. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ. ക്രിസ്തു ന്യായാധിപനായതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ന്യായ സിംഹാസനം അവിടെ പറയുന്നത്. ഇത് വരുന്നത് ദൈവമക്കൾ ഒരിക്കലും എന്ത് ചെയ്യണം? മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. ഈ നിൽക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിന് മുമ്പിൽ നിൽക്കണം. അപ്പൊ ദൈവത്തിന് അവിടെ സാക്ഷാത്യില്ല. മനസ്സിലാകുന്നുണ്ടോ? നീ നന്മ ചെയ്താൽ അതിന് തക്കവണ്ണം പ്രാപിക്കും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കണം. നന്മ ചെയ്താൽ നല്ലത് പ്രാപിക്കാം. അപ്പൊ ചിലര് നല്ല വിലയേറിയ പൊന്നും നല്ല കല്ലും വിലയേറിയതായിട്ടുള്ളതും കൊണ്ട് വരും. അവന്റെ പ്രവൃത്തിയെ കാണിക്കുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലുണ്ട്. ഈ തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ അതൊക്കെ നിലനിൽക്കും. എന്നാൽ ചിലര് വൈക്കോലുമായിട്ട് വരും, അല്ലേ? ചിലര് പുല്ലും വൈക്കോലും ഒക്കെ ആയിട്ട് വരും. അങ്ങനെ വരുന്നവർ തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ എല്ലാം കത്തിപ്പോകും. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ചെയ്തത് അതിന്റെ പ്രവർത്തികളെല്ലാം ദൈവം വെളിപ്പെടുത്തും. സ്തോത്രം. അപ്പൊ നീ ചെയ്തത് നല്ലതാണെങ്കിൽ, ദൈവമഹത്വത്തിന് വേണ്ടിയാ ചെയ്തതെങ്കിൽ അവിടെ നിനക്ക് കിരീടമുണ്ട്, മാന്യതയുണ്ട്, പുകഴ്ചയുണ്ട്. ദൈവം നിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ദൈവം നിന്നെ മാനിക്കും. എന്തോ നല്ല സംഭവം. ദൈവങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവിടെ കാണിക്കുന്നതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാണ് നീ ചെയ്തെങ്കിൽ നിശ്ചയമായി ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. എല്ലാവരുടെ ദൂതന്മാർ നിറഞ്ഞു നിൽക്കുമ്പോൾ, പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ് ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ, വിശുദ്ധന്മാർ നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈ ദൈവത്തിന് വേണ്ടി നിന്നതിന് തക്കവണ്ണം കിരീടം തന്ന് ആദരിക്കുന്ന ഒരു അവൻ ന്യായാധിപൻ. അവന് മുഖം. 2, ക്രിസ്തുവിന് മറ്റൊരു സിംഹാസനമുണ്ട്, തേജസ്സിന്റെ സിംഹാസനം. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 തൊട്ട് താഴ്ത്തു വായിക്കുമ്പോൾ അത് യഹൂദന്മാരോട് ബന്ധപ്പെട്ടിട്ടാണ് അവിടെ പറയുന്നത്. ചെമ്മരിയാടിനെയും കോലാടിനെയും ദൈവം വേർതിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? യഹൂദൻ ദശൻ എന്ന് പറഞ്ഞാൽ ചെതറിപ്പോകുന്ന ഒരു കാലഘട്ടം വരും. ഈ ചിതറിപ്പോകുന്ന കാലഘട്ടം വരുമ്പോൾ അവന് നന്മ ചെയ്തവരെ എല്ലാം ദൈവം ആദരിക്കും. വിശന്നിരുന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ ദാഹിച്ചിരുന്നു, നിങ്ങൾ എനിക്ക് വെള്ളം തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു. അപ്പൊ അവര് ചോദിച്ചു, കർത്താവ് എപ്പോഴാണ് നീ വിശന്നിരുന്നത്? ഈ എളിയവനായ യഹൂദന്മാർ ഓരോ ജാതികളുടെ വീട്ടിലേക്ക് ചെതറി വരുമ്പോൾ അവരെ സ്വീകരിച്ചവരെ
കൊടുക്കുന്ന ന്യായമായ ഓഹരിയാണ് അവിടെ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു കൊടിയ പീഡ നേരിടുമ്പോൾ, മഹോദര കാലഘട്ടത്തിൽ കൊടിയ പീഡ നേരിടുന്ന സമയത്ത് യഹൂദന്മാർ ചിതറിപ്പോകും. ആ ചിതറിപ്പോകുമ്പോൾ ജാതികൾ ചേർത്ത് പിടിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ആ ചേർത്ത് പിടിക്കുന്നവർ ദൈവത്തിന് ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ ചെയ്യുന്നവരെ ദൈവ തേജത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തി നല്ലവർക്ക് പ്രതിഫലം കൊടുക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ ചിലര് ആ യഹൂദന്മാരെ നന്മ ചെയ്യത്തില്ല. അവർക്ക് ദൈവം ചെയ്യും, ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അതിന് കൊടുക്കുന്ന സിംഹാസനമാണ് തേജസ്സിന്റെ സിംഹാസനം. ഇനി മൂന്നാമതൊരു സിംഹാസനമുണ്ട് നമ്മുടെ ന്യായാധിപന്. അത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം തൊട്ടാണ്. വെള്ള സിംഹാസനം. വെള്ള സിംഹാസനം അതും കൂടെ പറഞ്ഞ് നമുക്ക് പ്രസംഗം വൈകിട്ട് ചെയ്യാം. സ്തോത്രം. വെള്ള സിംഹാസനം വായിച്ചാട്ടെ നിങ്ങൾ. വലിയൊരു വെള്ള സിംഹാസനവും വലിയൊരു വെള്ള സിംഹാസനവും അതിനൊരുത്തനിരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. നിങ്ങൾ നോക്കിക്കേ, ഒരു വെള്ള സിംഹാസനം, അപാലവിധം ജനം. ഈ നമ്മുടെ യുഗങ്ങളുടെ അവസാനം വരുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ. നിഷ്പാപ യുഗമുണ്ട്, ന്യായപ്രമാണ യുഗമുണ്ട്, വാക്തത്വ യുഗമുണ്ട്. നിഷ്പാപ യുഗമുണ്ട്, വാക്തത്വ യുഗമുണ്ട്, ന്യായപ്രമാണ യുഗമുണ്ട്, കൃപായുഗമുണ്ട്. ഇതിപ്പോ കൃപായുഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എന്നാൽ ഇതിന് ശേഷം വെളിപ്പെടാൻ പോകുന്ന ഒരു യുഗമാണ് മഹോദര കാലഘട്ടം. ഈ മഹോദര കാലഘട്ടത്തിന് ശേഷം ആമേൻ യേശു കർത്താവ് ദൈവസഭയുമായി ഒലിവുമലയിൽ കാഴ്ചവെക്കും. അവിടെ വെച്ച് ജാതികളെ ദൈവം ന്യായം വിധിക്കുന്ന കാര്യം വെള്ള സിംഹാസനം അല്ല, തേജസ്സിന്റെ സിംഹാസനം ഇട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയാണ്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം ആമേൻ കർത്താവ് വെള്ള സിംഹാസനം ഇട്ട് ന്യായം വിധിക്കും. അന്ന് ആബാലവൃതം എന്ന് പറഞ്ഞാൽ നിഷ്പാപ യുഗം തൊട്ട് ആ കാലഘട്ടം വരെ, 1000 ആണ്ട് വാഴ്ച കാലഘട്ടം വരെയുള്ള സകല ജനത്തെയും ദൈവം വിളിച്ചു വേർതിരിക്കും. എവിടെ കൊണ്ടുവരും? ദൈവത്തിന്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവരും. എന്നിട്ട് ദൈവം അവരുടെ തെറ്റുകളെല്ലാം ബോധ്യപ്പെടുത്തി ആമി സകല ദുഷ്ടന്മാരെയും ദൈവം ആമി അഗ്നിക്ക് ഇരയാക്കുന്ന, അല്ലെങ്കിൽ നിത്യദണ്ഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന, നരകത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് വെള്ള സിംഹാസനത്തിനായി. സ്തോത്രം. പക്ഷെ നമുക്ക് തരുന്ന ന്യായാസനം ഉണ്ടല്ലോ, ആമേ നീതിയോടെയുള്ള സിംഹാസനം, അത് നമുക്ക് പ്രതിഫലം തരാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ദൈവത്തിന്റെ ന്യായാസനം. സ്തോത്രം. നമ്മൾ തേജസ്സിന്റെ സിംഹാസനത്തിന് മുമ്പിലില്ല, നമ്മൾ വെള്ള സിംഹാസനത്തിന് മുമ്പിലില്ല. ആമേ ദൈവം നമുക്ക് ന്യായമായത് തരുവാൻ ദൈവം ക്രിസ്തുവിന്റെ ന്യായാസനമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്നത്. സ്തോത്രം. ഈ പ്രസംഗം കേട്ടപ്പോ കൊർന്നല്യോസിന്റെ കുടുംബത്തിലുള്ളവരുടെ പേരെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി. അവർ മാനസാന്തരപ്പെട്ടു. അവർ അന്ന് തന്നെ ആ കുടുംബം അടക്കം സ്നാനപ്പെട്ടു. ഇത്ര നല്ല ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാത്ത, ആമേൻ പലരും പല വിധത്തിൽ ആമേൻ പല നന്മ കൊടുക്കുന്നവരുടെ പുറകെ ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. 2 വെള്ളിക്കാശിട്ടവളെയും ആദരിക്കുന്നവനാണ് ദൈവം. കൂടുതൽ കൊടുക്കുന്നവരെ കൂടുതൽ സ്നേഹിക്കുന്നവനല്ല. 2 വെള്ളിക്കാശ് കൊടുത്തവളെയും ആഴമായി ഒരുപോലെ കണക്കാക്കുന്നവനാണ് എന്റെ ദൈവം. ദൈവം ഇത്ര നല്ല ദൈവത്തെ അവർ തിരിച്ചറിഞ്ഞപ്പോ കൊർന്നല്യോസ് കുടുംബവും മുഴുവൻ പിടിവിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ദേശത്ത് മുഴങ്ങിക്കേക്കുന്ന ദൈവശബ്ദം, ഈ ദേശത്ത് ആ ഇത്ര നല്ലവനോ ഒരു ദൈവത്തെ ഉയർത്തുമ്പോ